എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഒരു വീഡിയോയിലേക്ക് പോവുകയാണ്. ഇന്നലെ പച്ചവെളിച്ചം ഒരു വിഷയം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന റിലയൻസ് സ്മാർട്ട് ബസാറിലെ ബില്ലിൽ നടത്തുന്ന കൃത്രിമത്വത്തെക്കുറിച്ചാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. കേളോത്താണ് റിലയൻസ് സ്മാർട്ട് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഓഫർ വില ഒന്ന് പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ അത് ബില്ലിൽ വാങ്ങിക്കുമ്പോൾ വ്യത്യസ്ത രീതിയിൽ കൂടുതൽ വില വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തന്നെ പച്ചവെളിച്ചം വാർത്ത നൽകിയിരുന്നു. ഇത് വലിയ ഒരു തട്ടിപ്പാണ്. ആ ഒരു തട്ടിപ്പ് നമ്മുടെ ജനങ്ങളുടെ ജാഗ്രത കുറവിന്റെ ഭാഗമായിട്ട് ആണ് ഒന്നാമത് വരുന്നത്. രണ്ടാമത്, ഈ ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തും വാങ്ങിക്കും മലയാളികള് എന്ന ഒരു ബോധ്യം നമ്മുടെ കച്ചവടക്കാർക്കുണ്ട്. പ്രത്യേകിച്ചിട്ട് വൻകിട കച്ചവടക്കാർക്കാണുള്ളത്. ഈ വിഷയം ചുരുക്കി പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് നമ്മുടെ പ്രേക്ഷകരെ, നമ്മുടെ പൊതുസമൂഹത്തെ ജാഗ്രതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ഷോപ്പിൽ നിന്ന്, ഇതൊരു സ്മാർട്ട് ബസാറാണ്, റിലയൻസിന്റെ ഔട്ട്ലെറ്റ് ആണ്. അവിടെ ഓഫർ റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സെൻസോഡൈൻ എന്ന് പറയുന്ന ബ്രഷ്, സോഫ്റ്റ് ബ്രഷ് 4 എണ്ണത്തിന് 160 രൂപ MRP ആണ് അതിലിട്ടിട്ടുള്ളത്. അതില് പറയുന്നുണ്ട് ഇത് 135 രൂപ സ്മാർട്ട് ടാഗ്, സ്മാർട്ട് വില എന്ന് പറഞ്ഞുകൊണ്ട് 160 രൂപയുടെ ഈ സെൻസോഡൈൻ ബ്രഷ് 135 രൂപക്ക് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് ആളുകള് 4 ബ്രഷ്, നമ്മൾ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെയൊക്കെ ഓഫർ ഉണ്ടാകുമ്പോൾ ലാഭം കിട്ടുമ്പോൾ ഈ സോപ്പിന്റെ കാര്യം, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് 4 എണ്ണം 5 എണ്ണം 10 എണ്ണം എന്നൊക്കെ ഇങ്ങനെ ഒരു സാധനമാക്കിയിട്ട് ഓഫർ റേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന്, ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാറുണ്ട്. അങ്ങനെ വാങ്ങിക്കുന്നവരെ ഇവരെങ്ങനെ പറ്റിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതിലെ ബില്ലില് ഇത് വാങ്ങിക്കൊടുത്തിട്ടുള്ളത് 152 രൂപക്കാണ്. MRP 160, ഓഫർ റേറ്റ് 135, ബില്ലിലെ വില 152 രൂപ. അങ്ങനെ പറയുന്ന സമയത്ത് ഈ ഉപഭോക്താവിനെ ഓഫർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 17 രൂപ പറ്റിച്ചു ഈ റിലയൻസ് സ്മാർട്ട് ബസാർ. ഇതൊരൊറ്റപ്പെട്ട സംഭവം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. പല രീതിയിലുള്ള പറ്റിപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. ഓഫറിന്റെ പേരിൽ പറ്റിപ്പ്, അതുകൂടാതെ ഈ ഓഫർ ഇല്ലാതെ തന്നെ ബില്ല് നമ്മൾ പരിശോധിക്കാത്തതിന്റെ ഭാഗമായിട്ട് പറ്റിപ്പ്. അതുകൊണ്ട് ഇത് റിലയൻസ് സ്മാർട്ട് ബസാർ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്ന അഭിപ്രായം പച്ചവെളിച്ചത്തിനില്ല. ഇത് പൊതുവെ പല സ്ഥാപനങ്ങളിലും ഇത്തരം ഏർപ്പാടുകളുണ്ട്. നമ്മളൊക്കെ ഒരു പൊതുശീലമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ ഇങ്ങനെയുള്ള ഈ മാളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സാധനങ്ങൾ വാങ്ങിക്കും. പലതും നമ്മൾ വാങ്ങിക്കുക ഓഫർ എന്ന് കണ്ടുകൊണ്ടാണ്. ഇത് വലിയ ഒരു ചതിയായിട്ടാണ് ഉപഭോക്താക്കൾക്ക് മാറുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ആ ഒരു തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകണമെന്നാണ് പച്ചവെളിച്ചം ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് ബില്ല് പരിശോധിക്കാൻ വേണ്ടി തയ്യാറാണ്. നമ്മൾ എന്ത് സാധനങ്ങൾ വാങ്ങിച്ചു, എത്ര സാധനങ്ങൾ വാങ്ങിച്ചു, ഓഫർ എത്രയായിരുന്നു, അതിൽ ബില്ലിൽ എത്രയായിരുന്നു, നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ ഏതൊക്കെ, ആ സാധനത്തിന് പറഞ്ഞ വില തന്നെയാണോ എടുത്തിട്ടുള്ളത്, ആ സാധനങ്ങള് MRP എത്ര, അവരുടെ പ്രൈസ് എത്ര, അതുപോലെ തന്നെ അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ, മാനുഫാക്ചറിങ് ഡേറ്റ് എത്ര, ഇതൊക്കെ പരിശോധിക്കാനുള്ള ഒരു മാനസിക ബോധ്യമെങ്കിലും ഒരു തലമെങ്കിലും നമ്മുടെ ഉപഭോക്താക്കൾക്ക് വേണ്ടതല്ലേ? അത് നമുക്കുണ്ടോ? നമ്മൾ ആര് ബില്ല് പരിശോധിക്കുന്നുണ്ട്? ഇത് നമ്മൾ പയ്യന്നൂരിൽ വളരെ മുമ്പ് തന്നെ ഇത്തരം വിഷയം പച്ചവെളിച്ചം പറഞ്ഞിട്ടുണ്ട്. പേര് സഹിതം അത്തരം സ്ഥാപനങ്ങളെ കുറിച്ച് പറയാം. 3-4 വർഷം മുമ്പിലല്ലേ പച്ചവെളിച്ചം തുടങ്ങിയ ഉടനെ തന്നെ, ഒരു 3-4 വർഷം മുമ്പിലെ തന്നെ പയ്യന്നൂരിലെ പ്രമുഖ സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വലിയ രീതിയിൽ പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് അവരെ പേര് പിന്നെയും പറയുന്നില്ല. അതിനാണ് 1-2 പ്രാവശ്യം ആ വിഷയം പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഈ റിലയൻസ് സ്മാർട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ സ്ഥാപനത്തിന്റെ പേര് ഒരിക്കൽ കൂടെ പറഞ്ഞിരുന്നു. അതിനുശേഷം അവർ തിരുത്തിയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെ പേര് പറഞ്ഞ് പിന്നെയും പേര് പറഞ്ഞിട്ട് അവരെ നമ്മളെ പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരാക്കാൻ വേണ്ടി തുനിയുന്നില്ല. അതുകൊണ്ട് പയ്യന്നൂരിലെ എല്ലാ സ്ഥാപനങ്ങളിലും ഇത്തരം തട്ടിപ്പുകൾ അരങ്ങേറുന്നുണ്ട്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. പക്ഷെ അതിൽ വളരെ മുന്നിലാണ് ഈ സ്ഥാപനം എന്ന കാര്യം നമ്മൾ മറന്നു പോകാൻ വേണ്ടി പാടില്ല. ഈ സ്ഥാപനം കൊണ്ടുള്ള കുഴപ്പം എന്താ പറഞ്ഞാൽ, റോഡിന്റെ മുകളിലാണ് പല ആൾക്കാരും
പിന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് സാധനം വാങ്ങിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത, ഇവിടുത്തെ ബില്ലിലെ കൃത്രിമം, ഇതൊക്കെ പച്ചവെളിച്ചം വാർത്ത നൽകിയിരുന്നു. അതൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. അതൊക്കെ അതേപോലെ തുടരുന്നു എന്ന കാര്യം നമുക്ക് ബോധ്യമുണ്ടാകണം. ഇപ്പൊ ഇനി ഓഫറുകളുടെ പെരുമഴയാണ് വരാൻ വേണ്ടി പോകുന്നത്. പച്ചവെളിച്ചം ഓണം അടുക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് കച്ചവടക്കാർക്ക് ജാഗ്രത, അവർക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലും നമ്മുടെ പൊതുസമൂഹത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ കൺസ്യൂമർമാർക്ക്, നമ്മുടെ ഉപഭോക്താക്കൾക്ക് ഒരു അവയർനെസ് എന്നുള്ള രീതിയിലും ഞാൻ വാർത്ത നൽകിയിരുന്നു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. പയ്യന്നൂരിൽ കച്ചവടം പൊതുവെ കുറവാണ്. പയ്യന്നൂർ ടൗണില് വാഹനമെടുത്തിട്ട് ആൾക്കാർക്ക് വരാൻ വേണ്ടി പറ്റുന്നില്ല. അനധികൃതമായ പാർക്കിങ്, അനധികൃതമായിട്ടുള്ള റോഡിൽ എന്ന് പറഞ്ഞാൽ നിന്ന് തിരിയാൻ വേണ്ടി പറ്റാത്ത സാഹചര്യങ്ങള്, അതുപോലെ തന്നെ റോഡ് എല്ലാ അർത്ഥത്തിലും പല രീതിയിൽ പല ആളുകൾ അവരുടെ കയ്യേറ്റങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അനധികൃതമായ പാർക്കിംഗ് ഉണ്ട്. ആ വിഷയങ്ങളൊക്കെ പച്ചവെളിച്ചം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പയ്യന്നൂരിലെ കച്ചവടക്കാര് ആത്മഹത്യാ മുനമ്പിലാണ് ഉള്ളത് എന്ന ബോധ്യം ഇല്ലാത്ത ഒരേ ഒരു സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചേംബറാണ് എന്ന് പറയാം. ഒരു തർക്കവും പച്ചവെളിച്ചത്തിനില്ല. ഈ ചേംബർ എന്ന് പറയുന്ന സംഘടന ഈ പയ്യന്നൂരിന്റെ ട്രാഫിക് ജാമുമായി ബന്ധപ്പെട്ടിട്ട്, പയ്യന്നൂരിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ പറയുമെന്നല്ലാതെ ശക്തമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി അവർ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് പയ്യന്നൂരിലെ കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവര് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടത്തിൽ മാന്യത കാണിക്കാൻ വേണ്ടി അവർ തയ്യാറാവണം. അതുപോലെ തന്നെ നിങ്ങൾ ലാഭം എടുത്തോ, കൊള്ള ലാഭം എടുക്കാൻ വേണ്ടി പാടില്ല. അതോടൊപ്പം തന്നെ ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. അതുപോലെ തന്നെ ഓഫറിന്റെ പേരിൽ എല്ലാ ചപ്പ് ചവറുകളും ഇവിടെ വിറ്റേക്കാം എന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് പയ്യന്നൂരിലെ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് ഇലക്ട്രോണിക് സാധനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ സാധനങ്ങളും നമ്മുടെ ആളുകൾ വേണ്ടതും വേണ്ടാത്തതുമായ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടും. അവരോടൊക്കെ പറയാനാണ്, നിങ്ങളൊക്കെ ജാഗ്രത കാണിക്കണം, ബില്ല് പരിശോധിക്കണം, സാധനത്തിന്റെ ഗുണനിലവാരം മനസ്സിലാക്കണം. അതുപോലെ തന്നെ സ്ഥാപനത്തിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വാചക കസർത്തിൽ വീണിട്ട് നിങ്ങൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് സംവിധാനങ്ങളുണ്ട്, അവരുടെ തട്ടിപ്പും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി തയ്യാറാവണം. അതുകൊണ്ട് നമ്മുടെ പയ്യന്നൂരിൽ എന്തായാലും ഉപഭോക്തൃ പക്ഷമുള്ള ഒരു കച്ചവടവും സമീപനവും നമ്മുടെ പയ്യന്നൂരിൽ ഉണ്ടാകണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. ബില്ല് പരിശോധിക്കണം, ഓഫർ കണ്ട് എന്തും വാങ്ങിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഗ്യാരണ്ടി, വാറണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില തട്ടിപ്പുകളൊക്കെ ഇറങ്ങേറുന്നുണ്ട്. ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായാൽ അത് പച്ചവെളിച്ചത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതിൽ ശക്തമായ നടപടിയുമായി പച്ചവെളിച്ചം മുന്നോട്ട് പോകും. വാഹനം മേഖലയിലും വലിയ തട്ടിപ്പാണ് അരങ്ങേറുന്നത്. അതിൻ്റെ ഒരു വാർത്ത അടുത്ത് തന്നെ വരും. അതുകൊണ്ട് പറയാനുള്ളത് പറഞ്ഞാൽ ഓണം ബിസിനസ് കച്ചവടക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നമ്മൾ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കച്ചവടം നടത്തിക്കോ, നിങ്ങൾ ലാഭം എടുത്തോ, നിങ്ങൾ കൊള്ള ലാഭം എടുക്കാൻ വേണ്ടി പാടില്ല, ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി പാടില്ല, ബില്ലിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടി പാടില്ല എന്ന് കച്ചവടക്കാരോടും അതിൽ ജാഗ്രത പാലിക്കാൻ പൊതുസമൂഹത്തോടും, അതുപോലെ തന്നെ പയ്യന്നൂരിലെ ഗതാഗത പ്രശ്നം, ട്രാഫിക് ജാം, അത് വളരെ മുൻകൂട്ടി തന്നെ അതിന് വേണ്ടുന്ന പരിഹാരം കാണാൻ വേണ്ടിയിട്ട് പോലീസ് സംവിധാനവും അതുപോലെ തന്നെ നഗരസഭയും തയ്യാറാവണം. പയ്യന്നൂരിലെ വ്യാപാരികള് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കച്ചവടത്തെ കാണുന്നത് എന്ന കാര്യവും പറയുന്നു. വ്യാപാരികൾക്കൊപ്പമാണ്, അതുപോലെ തന്നെ അത് നല്ല വ്യാപാരികൾക്ക് മാത്രം ഒപ്പം എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ വിവിധ വിഷയങ്ങളാണ് ഞാൻ വളരെ ചെറിയ സമയമെടുത്തുകൊണ്ട് പറയുന്നത്. ഇത് പൂർണ്ണമായി കാണാൻ വേണ്ടി പ്രേക്ഷകർ തയ്യാറാവണം. നല്ല കച്ചവടം, നല്ല സാധനം, നല്ല സമീപനം, അതുപോലെ തന്നെ ഇതൊക്കെ പയ്യന്നൂരിൽ ഉണ്ടാവണം. പയ്യന്നൂരിൽ പുതിയ സംസ്കാരം വളർന്നു വരണം. അതുപോലെ തന്നെ മറ്റ് സമീപ സ്ഥലങ്ങളെക്കാൾ കൂടുതൽ പൈസ വാങ്ങിക്കുന്ന, എല്ലാത്തിലും പൈസ കൂടുതലുള്ള ഒരു സ്ഥലമാണ് പയ്യന്നൂര് എന്നുള്ള ഒരു പേരുദോഷം മാറ്റാൻ വേണ്ടിയിട്ട് കച്ചവടക്കാർ തയ്യാറാവണം. അങ്ങനെ വന്നാലേ നിങ്ങളുടെ കച്ചവടത്തിൽ വർധനവ് ഉണ്ടാവൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.